സാർ, ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും മായാവതി ആണെങ്കിലും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും ഈ കുടുംബാധിപത്യവും മക്കൾ പോരും ഒക്കെ തുടരുകയാണ്. അത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് കൂടുതൽ ചർച്ചയാവുന്നില്ല. എങ്ങനെ അതിനെ നമുക്ക് പരിശോധിക്കാം? അല്ല, ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ആന്ധ്രയിലെ ജഗൻമോഹൻ്റെ പാർട്ടിയിൽ, തെലങ്കാനയിലെ രാമറാവു എന്നില്ല അദ്ദേഹത്തിൻ്റെ KC രാമറാവു, ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയിൽ, പിന്നെ ലാലു പ്രസാദിൻ്റെ RJD, പിന്നെ ഇത് മായാവതിയുടെ BSP, ബംഗ്ലാദേശിലുള്ള നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ, ഇവിടെ എല്ലാം കുടുംബ ശരത് പവാറിൻ്റെതിലും ഉണ്ടെന്ന് തോന്നുന്നല്ലോ അല്ലേ? ശരത് പവാറിൻ്റെ പക്ഷെ മരുമോൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ മോള് മാത്രം. തമിഴ്നാട്ടിലും കുഴപ്പമില്ല. തമിഴ്നാട്ടിലുണ്ട്. അല്ല, മറ്റവൻ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അളഗിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ എന്തായാലും ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മരുമോൻ എന്തായാലും നല്ല പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അല്ല, അത് മരുമോൻ വളരെ സ്മൂത്തായിട്ട് ഇന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരുമോനിസം എന്നൊരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിയപ്പനിസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ഒബീഡിയൻറ്റ് സണ്ണിൻലോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചന്ദ്രശേഖർ റാവു ആണ് തെലങ്കാന എന്ന സംസ്ഥാനം ഉണ്ടാകുന്നതിന് വേണ്ടി ദീർഘകാലം സമരം ചെയ്തതും ആ സംസ്ഥാനം ഉണ്ടാക്കിയെടുത്തതും. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പലവട്ടം MPയും MLAയും ഒക്കെ ആയിട്ടുണ്ട്. അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി ദീർഘകാലം കിടന്നു. അതൊക്കെ വന്ന് അങ്ങനെ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപകൻ എന്ന ബഹുമതിയോടുകൂടി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കുകയും ചെയ്തു. 2 വട്ടം മറ്റോ വിജയിച്ചു. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ജൂനിയർ KTR റാവു. KTR റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്നത്. അമേരിക്കയിൽ പോയിട്ട് IT-യിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു മോഡേൺ ഔട്ട്ലുക്കൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്കൊരു അവസരം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ട് അവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപപ്പെടുന്ന സമയത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തത് മുഴുവൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിരുന്നു. ഞാനന്ന് അതിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഒരിക്കൽ ഞാൻ അവിടെ ഹൈദരാബാദിലൊരു ഇതിന് പോയ സമയത്ത് ഇദ്ദേഹവുമായിട്ട് ഈ മകൻ രാമറാവു മറ്റേ KTR റാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് മോഡേൺ ഔട്ട്ലുക്കൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അയാളൊരു രാഷ്ട്രീയ നേതാവായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ബിസിനസ് ടെക്നോക്രാറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നയാളാണ്. അതെന്തോ ആയിക്കോട്ടെ, അദ്ദേഹം അന്ന് അവിടുത്തെ IT മന്ത്രിയായിട്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മന്ത്രിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇരിക്കുന്ന അതിനേക്കാൾ പദവിയിലാണ് അന്ന് ഇദ്ദേഹം ഇരുന്നിരുന്നത്. അപ്പോൾ അന്ന് ഇത് സ്മൂത്തായിട്ട് പോയിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൾ കവിത. അപ്പോൾ ഇപ്പോഴ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മകനും മകളും തമ്മിലുള്ള അധികാര തർക്കമാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതിൽ പിതാവ് പുത്രൻ്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. അത് വന്ന സമയത്താണ് ഈ പിതാവിനും പുത്രനും പാർട്ടിക്കും എതിരെയുള്ള ആക്ഷേപവുമായിട്ട് തുളസി രംഗത്ത് വന്നത്. കാരണം BNS എന്ന് പറഞ്ഞ പാർട്ടിയെ അദ്ദേഹം അത് നാഷണൽ പാർട്ടിയാക്കി മാറ്റി. സ്റ്റേറ്റ് പാർട്ടിയായിരുന്നു. സ്റ്റേറ്റ് പാർട്ടി അദ്ദേഹം നാഷണൽ പാർട്ടിയാക്കി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നൊരു നിർദ്ദേശത്തോടു കൂടി അദ്ദേഹം വന്നു. ആരൊക്കെയോ അദ്ദേഹത്തെ അത് ഉപദേശിക്കുകയും ചെയ്ത് അദ്ദേഹം അതിനകത്ത് വീണു. അത് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം. വീണിട്ട് പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പൊങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റും പോയി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മകള് ആ പാർട്ടിയെ BJPയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി മകനും അച്ഛനും കൂടി പരിശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഏതാണ്ട് പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിച്ചേക്കാണ്. എന്ന് പിളരും എന്നുള്ള കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം. YSR കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജശേഖര റെഡ്ഡി
YS രാജശേഖർ റെഡ്ഡി അവിടുത്തെ പോപ്പുലറായിട്ട് ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. ആ ജനകീയനായ മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. അതിനുശേഷമാണിത് വന്നത്. അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയലക്ഷ്മി എന്നല്ലേ, അതെ, വിജയലക്ഷ്മിയും മകൻ ജഗൻമോഹനും സോണിയാഗാന്ധിയെ കണ്ടെങ്കിലും സോണിയാഗാന്ധി അവരെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് അയാൾ YSR കോൺഗ്രസ് ഉണ്ടാക്കിയതും YSR കോൺഗ്രസ് ഉണ്ടാക്കി ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നത്തെ തിരഞ്ഞെടുപ്പും അതിൻ്റെ പിന്നത്തെ തിരഞ്ഞെടുപ്പിലും അയാൾ ജയിക്കുകയും ചെയ്തു. അയാൾ ജയിച്ച് അവിടെ മന്ത്രിയായിട്ടിരുന്ന് ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഷർമിള രംഗത്ത് വന്നേക്കാണ്. ഷർമിള രംഗത്ത് വന്നിരിക്കുന്നതിന് വേറൊരു അതിനകത്ത് കേൾക്കുന്നൊരു കാര്യം സത്യമാണോ എന്നറിയില്ല. ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭാര്യ അധികാരത്തിൽ കൈകടത്തുകയും അവർ പാർട്ടിയുടെയും ബാക്കിയുള്ളവരുടെയും നിയന്ത്രണം അവരുടെ കയ്യിലാകുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വിജയലക്ഷ്മി എന്ത് ചെയ്തു, മകളുടെ കൂടെ ചേർന്നു. അപ്പോൾ ഇതൊരു അമ്മായിയമ്മ മരുമകൾ പോരു കൂടി അതിനകത്തുണ്ട്. ഇപ്പോഴത് എന്താണെന്ന് വെച്ചാൽ അതും ഒരു സ്പ്ലിറ്റിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. YSR കോൺഗ്രസ് 2000 എന്നൊരു അവസ്ഥയിലാണ്. YSR കോൺഗ്രസിനെതിരെയും നയിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെ വെച്ചാൽ അവർ BJPയുമായിട്ട് അടുക്കുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ തേജപ്രതാപ് യാദവ്, തേജസ്വി യാദവിൻ്റെ മൂത്ത സഹോദരൻ, ആ മൂത്ത സഹോദരനെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ അച്ഛൻ ലാലു പ്രസാദ് യാദവ് പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിൽ നിന്നും കൂടി പുറത്താക്കിയ വീട് പാർട്ടി, പാർട്ടി വീട് എന്നുള്ള സമവാക്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ 12 വർഷമായിട്ട് വേറെ ഏതോ സ്ത്രീയുടെ കൂടെയാണ് ജീവിതം. അതിനിടയിൽ ഈ ലാലു പ്രസാദ് യാദവ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആ കല്യാണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടത്തിയൊരു കല്യാണമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയെ ഇവൻ പീഡിപ്പിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഇവൻ്റെ ഭാര്യ, നിയമപ്രകാരമുള്ള ഭാര്യ, ആ പെൺകുട്ടി ചെന്ന് ഇയാളോട് പലവട്ടം പരാതി പറഞ്ഞിട്ട് ഇയാൾ മൈൻഡ് ചെയ്തില്ല, ഇയാളൊന്നും ശ്രദ്ധിച്ചില്ല. അയാളുടെ ധിക്കാരത്തോടു കൂടി തന്നെ അയാളിരുന്നു. പക്ഷെ അവരും ആ പെൺകുട്ടിയും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നാണ്. അവർ കേസ് കൊടുത്തു. ആ ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ഇവൻ പോയിട്ട് രണ്ടാമത് ഇവൻ്റെ 12 വർഷമായി ഇവൻ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ഔദ്യോഗികമായിട്ട് വിവാഹം കഴിച്ചു. ഇതാണ് പശ്ചാത്തലം. അപ്പോൾ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവൻ ഈ കേസിൽ അവനും കൂടി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ ആ കുടുംബത്തിൽ ശിക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഫാമിലി വേറെ നമുക്ക് രാഷ്ട്രീയത്തിൽ കണ്ടെത്താനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇവൻ്റെ ആരോപണം എന്താണെന്ന് വെച്ചാൽ തേജസ്വി യാദവ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇയാളുടെ ഡിസെൻഡൻറ്റ്, ആ തേജസ്വി യാദവിൻ്റെ കൂടി പ്രേരണയാലാണ് അച്ഛൻ ഇത്ര ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അവിടെയും പ്രശ്നം കലഹം തന്നെയാണ്, ആ കുടുംബ കലഹമുണ്ട്. പക്ഷേ ഇവൻ്റെക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ഇവൻ്റെ നിയമപ്രകാരമുള്ള ഭാര്യ പറയുന്നത് ഇത് ലാലു പ്രസാദിൻ്റെ വെറും അഭ്യാസം മാത്രമാണ്, കുടിച്ച വെള്ളത്തിൽ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇയാൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇപ്പോൾ പറയുന്നതാണ്, ഇയാൾ ഏത് സമയത്ത് നാളെ ഇത് മാറ്റി പറയുമെന്നാണ് പറയുന്നത്. ഇനി ഉത്തർപ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ BSPയിൽ മായാവതി ആണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല, മായാവതിക്ക് കുട്ടികളില്ല. പക്ഷേ ആങ്ങളുടെ മകന് പുള്ളി ഹയറായിട്ട് ആദ്യം പ്രഖ്യാപിച്ചു, പിന്നെ മാറ്റി, പിന്നെ വീണ്ടും കൊണ്ടുവന്ന് ഇപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടിയിൽ തമ്മിലടി തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഇയാളെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് BSPയിലെ വേറൊരു സംഘം പറയുന്നത്. മായാവതിക്കാണെങ്കിൽ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളില്ലാത്തൊരവസ്ഥയാണ്. കാരണം അവരൊരിക്കൽ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, 2 ടേമിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. മാത്രവുമല്ല UPയുടെ ചരിത്രത്തിൽ അവർ ചരിത്രം എഴുതി ചേർത്തൊരു സ്ത്രീയാണ്. കാരണം ഏറ്റവും കൂടുതൽ ദളിത് പീഡനം നടക്കുന്നു എന്ന് പറയുന്ന UPയിൽ ഒരു ദളിത് സ്ത്രീ ബ്രാഹ്മണരുടെയും കൂടി നേതാവായിട്ട് വന്നിരുന്ന ഒരു ചരിത്രമുണ്ട്. അവർക്ക് വലിയ ചരിത്രമുള്ളൊരു സ്ത്രീയാണ്, ചരിത്രം സൃഷ്ടിച്ചൊരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അവർ അതിൽ നിന്നൊക്കെ പതുക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത് വീണ്ടും ഈ മരുമകനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഞാനൊരു ചെറിയൊരു വാർത്ത കണ്ടത്. പക്ഷെ അതിന് പാർട്ടിയിൽ എതിർപ്പുണ്ട്.
അതും ഏതാണ്ട് ഒരു സ്പ്ലിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ്സിലാണ്. തൃണമൂൽ കോൺഗ്രസ്സിൽ ഇത് മായാവതിയെ പോലെ തന്നെ മമതാ ബാനർജിയും അവിവാഹിതയാണ്. അതെ, മമതയ്ക്കും കുട്ടികളില്ലെങ്കിലും അവർ ഇതുപോലെ തന്നെ ആങ്ങളയുടെ മകൻ എന്താണ് അയാളുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അദ്ദേഹത്തെ തൻ്റെ ലീഗൽ ഹെയറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇടക്ക് മാറ്റി വീണ്ടും അയാളെ കൊണ്ടുവരികയാണ്. പക്ഷെ അയാളെ കൊണ്ടുവരുന്നതിന് തൃണമൂൽ കോൺഗ്രസ്സിലെ മറ്റൊരു പ്രബല വിഭാഗം എതിരാണ്. പിന്നെ അത് തന്നെയല്ല, മമതയ്ക്കുള്ളൊരു കരിസ്മയൊന്നും അയാൾക്ക് ഈ കാര്യത്തിൽ ഇല്ല എന്നും മറ്റവർക്കും അറിയാം. അപ്പോൾ അതും ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഒരു സ്പ്ലിറ്റിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കർണാടകയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നം തന്നെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരു കണക്കിൽ അളഗരി വീണ്ടും വരുന്നുണ്ട്. അഴഗിരിയോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം വീണ്ടും വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനും വേണമല്ലോ. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ ആയുഷ്കാലം ഇവനെ മാത്രം മുഖ്യമന്ത്രിയായിട്ട് ഇരുത്താൻ പറ്റില്ല എന്ന് മറ്റേ കനിമൊഴിയും പറയുന്നുണ്ട്. കനിമൊഴിക്കും അതിൽ താല്പര്യമുണ്ട്. അപ്പോൾ കുടുംബ പാർട്ടികളെല്ലാം ഇതേ പ്രശ്നത്തിൻ്റെ പേർത്താണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബ പാർട്ടികളിലും അന്തഛിദ്രമുണ്ട്. മഹാരാഷ്ട്രയിലുള്ള കുടുംബ പാർട്ടികളിൽ അന്തഛിദ്രം വന്നിട്ട് സുപ്രിയ സുലെ മൊത്തത്തിൽ പാർട്ടി കൊണ്ടുപോകുന്നു കണ്ടപ്പോഴാണ് അജിത് പവാർ പാർട്ടിയും കൊണ്ട് ഇപ്പുറത്തേക്ക് മാറിപ്പോയത്. ഇത് തന്നെയാണ് മറ്റേ ശിവസേനയിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബ പാർട്ടികളെല്ലാം തന്നെ ആന്തരികമായിരിക്കുന്ന കുടുംബകലഹം കൊണ്ട് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നാണ് ഇതിൻ്റെ ഒരു സൂചന. അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു സങ്കല്പമാണ്. ഇനി അത് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലും ഇതുപോലെ തന്നെ ഈ കുടുംബാധിപത്യത്തിൻ്റെ പേരിലുള്ള ഒരു ഫൈറ്റ് അതിനകത്തും അനിവാര്യമായി ഉടലെടുക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. അതുകൂടി സംഭവിക്കാതിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.